പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. തേജോമനായ ദൈവത്തെ സേവിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കടന്നു വന്നിരിക്കുന്ന പെരുന്നാളിന്. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ കൂടി വരുന്നത് ആഘോഷത്തിന് വേണ്ടിയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മൗനമായിട്ടിരിക്കാനാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വരണ്ട. പ്രൈസ് ദി ലോർഡ്. ആർപ്പിടുവാൻ, ചാടുവാൻ, ഡാൻസ് ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അത് പ്രാപിക്കാനാണ് നമ്മൾ കടന്നു വന്നിരിക്കുക. ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 150 സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. അവൻ്റെ വീരപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ സ്തുതിക്കണം? ഹല്ലേലൂയ അങ്ങനെ പറയാനാണോ? അവൻ്റെ പ്രൈസ് ദി ലോർഡ്, അവൻ്റെ മഹിമ ഒന്ന് ചിന്തിച്ചേ. പാപന്ധകാരത്തിൽ കഴിഞ്ഞ നമ്മെ ഓരോരുത്തരും രക്ഷിക്കുവാൻ അവൻ്റെ മഹിമ നമ്മുടെ മേൽ വീണതുകൊണ്ട് അന്ധകാരം മാറി, അന്യശക്തികൾ മാറി, ദൈവ തേജസ്സിലേക്ക് നമ്മളെ വഴി നടത്തിയെന്ന് വിശ്വസിക്കുന്നവർ അവൻ്റെ മഹിമ ആധിക്യത്തിന് തക്കവണ്ണം എത്ര പേർക്ക് കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ദൈവം മഹാനായ ദൈവമാ. അവൻ രാജാതി രാജാവായ ദൈവമാ. കർത്താതി കർത്താവായ ദൈവമാ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ശക്തമായി അന്യഭാഷയിലൊന്ന് ആരാധിച്ചേ. റിസീവ് ദ മൈറ്റി പവർ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന യെസ് അവന്റെ ഉയർപ്പിന്റെ വ്യാപാര ശക്തി ശക്തമായി വ്യാപരിക്കട്ടെ. പോരാ പോരാ പോരാ, എല്ലാവരും കരങ്ങൾ അടിച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കൊന്ന് ആശുപത്രിയിൽ പോകണോട്ടാ, എന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോഴാ കൈ 2 തൂക്കിയിട്ട് കാല് 2 തൂക്കിയിട്ട് അവരെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കൈ തന്നത് ദൈവത്തെ ആരാധിക്കാനാ. എനിക്ക് നാവ് തന്ന് ദൈവത്തെ ആരാധിക്കാനാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ രക്ഷിച്ചത് അമേരിക്കയിൽ കൊണ്ടുവന്ന് റോൾസ് റോയ്സ് കാർ വാങ്ങാനല്ല. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാനാ. പ്രൈസ് ദി ലോർഡ്. മോശ ഫറവോനോട് പറഞ്ഞത്, ദൈവത്തെ യഹോവയെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ എന്ത് ചെയ്യാ വിട്ടയക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ ആരാധനയ്ക്കാ വന്നിരിക്കുന്നത്. കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ ലൂസിഫറായ സ്ഥാനത്തേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാവും? ഇത് പല ഭാഷക്കാരാണെന്ന് തോന്നുന്നു. വന്നേ ലിറ്റി, വന്ന ലിറ്റി. പ്രൈസ് ദി ലോർഡ്. ലൂസിഫറായ ഇങ്ങോട്ട് കയറി പ്രൈസ് ദി ലോർഡ് സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? Now why did I say that? നമ്മൾ ലൂസിഫർ ലൂസിഫർ എന്ന് കേൾക്കുമ്പോൾ സാത്താനായിട്ടാണ് ചിന്തിക്കുന്നത്. When we think of Lucifer, we think of Satan. Praise the Lord. Praise the Lord. ഈ ഭൂമി, this earth, ലൂസിഫറിന് വേണ്ടി നിർമ്മിച്ചതാ. it was created for Lucifer. അതേ മുഴുവൻ ഏദൻ തോട്ടമായിരുന്നു. It was the full garden of Eden. അവനെ കുറിച്ച് പറയുന്നത് നമ്മൾ മലയാളം ബൈബിളിൽ ശരിയല്ല. It is not clearly written in the Malayalam Bible. സകലവിധ വാദിത്രം കൊണ്ട് നിർമ്മിച്ചവനാ ലൂസിഫർ. He created him with the fullness of instruments. Praise Praise the Lord. Praise the Lord.
അവൻ പാടി ആരാധിക്കുന്ന ദൈവമായിരുന്നു. He used to worship the Lord. പക്ഷെ അവൻ നിഗളിച്ചു, അവനെ വെട്ടിക്കളഞ്ഞു. He neglected it and God cut him off. ഭൂമി പാഴും ശൂന്യമായി തീർന്നു. The earth became void. അത് ഉദ്ധരിച്ച്, അതിനെ ഉദ്ധരിച്ച് And he transformed it. God transformed it. നമ്മെ ഈ നല്ല ഭൂമിയിലാക്കിയിരിക്കുന്നത് And he created this good earth കർത്താവിനെ ആരാധിക്കാനാ. to worship him. നമ്മൾ ആരാധന നമ്മൾ യെശയ്യാ 6 കാണുന്നുണ്ട്. We see it in Isaiah chapter 6. കാരണം സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന് യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുമ്പോൾ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ, സ്വർഗത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയ. We see how the seraphims worship the Lord and the very pillars will be shaken. Praise the Lord. Amen. ആ ആരാധന വിട്ട് കർത്താവ് ഇന്നിവിടെ വന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? God left that to hear your worship. എന്നിട്ട് നീ ഒരു ഉണക്ക ആരാധനയാണ് ആരാധിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ ദുഃഖം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ You can സ്തുതിക്കുന്നു. imagine how God is saddened if he doesn't hear your worship. ഇത് മനസ്സിലായവരൊന്ന് കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. Clap your hands and worship the ശക്തമായി Lord. വായ് തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. Open your mouths and worship the Lord. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. In the name of Jesus. യെസ്, Yes. എല്ലാം മൂടുപടവും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. Yes. Hallelujah. എല്ലാ മൂടുപടവും Every form of cloudiness and മാറിപ്പോകട്ടെ. let it leave in the name ദൈവ of Jesus. തേജസ്സ് ഇറങ്ങട്ടെ. Let the presence of God fill നിങ്ങൾ this house. തേജസ്സായി തീരട്ടെ. Let his presence fill this place. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. വളരെ കുറച്ച് സമയം മാത്രമാണ് എനിക്ക് തന്നിരിക്കുന്നത്. We have a very limited time today. എവിടെ തുടങ്ങി എവിടെ I do അവസാനിപ്പിക്കുന്ന not know where to start and where to end. ഒരു നല്ല ബീഫ് കറി വെക്കണമെങ്കിൽ അരമണിക്കൂർ വേണം. If you need to make a nice beef curry, it'll take at least half an hour. ഒരു സാമ്പാർ വെക്കണമെങ്കിൽ 20 മിനിറ്റ് വേണം. If you need to make a sambar, it takes about 20 minutes. അപ്പൊ ഇന്ന് കുറച്ച് പച്ചക്കറി വെട്ടി വെച്ചിട്ട് സലാഡായിട്ട് കഴിഞ്ഞു പോകേണ്ടി വരും. I need to cut quickly vegetables and make a quick salad for you. അതുകൊണ്ട് ശാരനും മറ്റേ അൻസൻ എന്നോട് പറഞ്ഞു അധികം സമയമില്ലല്ലോ പാസ്റ്റർ എന്ന് പറഞ്ഞു. Pastor Anson was saying there's not too much time today, Pastor. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, ദൈവം വെളിപ്പെടുത്തിയ ഒരു മർമ്മം കർത്തൃമേശയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു. Then I told him I will reveal a mystery while I'm sharing about the Holy Communion. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കർത്താവിന്റെ മേശയുടെ മുന്നിലാണ്. We are before the Lord's table. ദൈവം തൻ്റെ സഭയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ 2 കൽപ്പന, ഒന്ന് ഒരിക്കലായി ചെയ്യേണ്ട സ്നാനം. God has given 2 greatest commandments to the church, and one is the baptism. രണ്ടാമത് എപ്പോഴും ചെയ്യേണ്ട കർത്താവിന്റെ മേശ. And the second one is one that you need to do every time you meet together, which Praise is the the Lord. Holy Communion. ദൈവസന്നിധി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയ്ക്കും യോഗ്യത വേണ്ട. For every ministry that you do, you don't need qualifications. രക്ഷിക്കപ്പെടാൻ ക്വാളിഫിക്കേഷൻ വേണം. To be saved, do you need to be qualified? സ്നാനപ്പെടാൻ ക്വാളിഫിക്കേഷൻ വേണം. To be baptized, do you need to be qualified? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ക്വാളിഫിക്കേഷൻ വേണം. To be filled with the Holy Spirit, do you need to be qualified? പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും പ്രസംഗം കേൾക്കാനും യോഗ്യത വേണോ? Do you need to have qualifications to read the Bible, to pray? പക്ഷെ ഇതിന്റെ മുന്നിൽ വരുമ്പോൾ യോഗ്യത വേണം. But you need to be qualified to attend the Holy Communion. കാരണം ഇത് നല്ല അനുഗ്രഹത്തിന്റെ മേശയാ. But it is a table of a blessing. അപ്പോൾ തന്നെ മരണത്തിന്റെ മേശയാ. But it is also a table of a curse. Praise the Lord. അയോഗ്യമായി കഴിച്ചാൽ ഇതെന്താ? If you take it in an ungodly manner, മരണമാ. it is death. പക്ഷേ യോഗ്യമായി കഴിച്ചാൽ, But if you take it in a godly manner, മരണം മാറും. death will leave. ബലഹീനത മാറും. Sickness will leave. രോഗം മാറും. Every form of weakness will leave. Praise the Lord. Praise the Lord. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy today? ഈ കർത്തൃമേശ നിമിത്തം ഞാൻ ഇന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുകയാ. I'm going to receive a breakthrough as I take part of this Holy ഞാൻ Communion. സൗഖ്യം പ്രാപിക്കാൻ പോകുകയാ. I'm going to receive the healing that I've ഞാൻ been ശക്തി waiting for. പ്രാപിക്കാൻ പോകുകയാ. I'm going to be strengthened to this ഞാൻ morning. വിടുതൽ പ്രാപിക്കാൻ പോകുകയാ. I'm going to receive a breakthrough.
എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? How many of you can say that today? അവർ ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. Say a hallelujah. ഇതാണ് ഉറക്കെ. Is this loud enough? Praise the Lord. ഞാൻ ഇന്നലെ വന്നവർക്ക് ഞാൻ പറഞ്ഞു ഊനമുള്ളത് അർപ്പിച്ചാൽ ശാപമാ. If you offer a sacrifice that is with blemish unto the Lord, it is a curse. Praise the Lord. അതുകൊണ്ട് എന്നോടൊപ്പം നിങ്ങൾ സന്തോഷം ഉണ്ടായാലും സന്തോഷം ഇല്ലെങ്കിലോ ഒരു അനുസരിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. Say a ഹല്ലേലൂയ. hallelujah. Amen. Praise the Lord. ഒരു വാക്യം നമുക്ക് വായിക്കാം. Let's turn to the scripture. മത്തായി 26:26 മുതൽ. Matthew chapter 26. Praise the Lord. Praise the Lord. ഇവിടെ കാണുന്ന അപ്പവും വീഞ്ഞും പൂർണ്ണ ക്രിസ്തുവാ. What we see here is the bread and the wine, which is that pure Christ. Praise the Lord. Praise the Lord. ഇപ്പൊ ഞാൻ വായിച്ച ഭാഗം The scripture that I just read, അന്ത്യത്താഴം അഥവാ മർക്കോസിന്റെ മാളികമുറിയിൽ ശിഷ്യന്മാരായി ഒരുമിച്ചിരുന്ന് പ്രൈസ് ദി ലോർഡ് പെസഹയുടെ അന്ത്യ അത്താഴമാണ് നമ്മൾ വായിച്ചത്. we can see the scene of the disciples in the upper room having the last supper together. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അപ്പം എടുത്തിട്ട് പറഞ്ഞു, Jesus lifted the bread and said, ഇതെന്റെ ശരീരം. this is my body. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നിട്ട് എന്ത് ചെയ്തു? And then what did he do? അത് വിഭജിച്ച് He broke it ശിഷ്യന്മാർക്ക് കൊടുത്തു. and he gave it to his disciples. പിന്നെ വീഞ്ഞെടുത്തു. And then he took the cup of wine. അത് ഇതിന്റെ പുതിയ നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തു. And he said, this represents my blood, and he gave it to his disciples. അപ്പൊ അപ്പം യേശുവിന്റെ ശരീരം. So the bread is the body of Christ, വീഞ്ഞ് യേശുവിന്റെ രക്തം. and the wine represents his blood. രക്തത്തിലാണ് ജീവൻ. And in the blood there is life. Praise the Lord. Amen. അപ്പൊ ഈ ശരീരവും രക്തവും ചേർന്ന പൂർണ്ണ ക്രിസ്തുവാ. And when the bread and the wine comes together, or the life, I mean, it's fullness of life, which is Christ. Praise the Lord. Amen. ഇതിപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലാ. And now this is inside of his disciples. എത്ര പേർക്ക് മനസ്സിലായി? How many of you understand that? യേശു സ്വന്തം ശരീരം ചീന്തി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർക്ക് കൊടുത്തു. Jesus breaks his body and he gives it to his disciples. ശിഷ്യന്മാരുടെ ഉള്ളിൽ യേശുവിന്റെ ശരീരമായി. And now inside of the disciples is the body of Christ. യേശുവിന്റെ രക്തം ശിഷ്യന്മാർക്ക് കൊടുത്തു. He gave his blood to his disciples. ഇപ്പൊ യഥാർത്ഥമായ സത്തായിരിക്കുന്ന യേശു ആരുടെ ഉള്ളിലാ? Now where is Christ inside of? സത്തായ. Oh, the truth. Essence of Christ. Essence of Christ is in whom now? ഈ ശിഷ്യന്മാരുടെ ഉള്ളിലാ. It is in the disciples. Praise the Lord. Praise the Lord. ശിഷ്യന്മാരുടെ ഉള്ളിലാ. It's inside of the disciples. Praise the Lord. Praise the Lord. ഇവിടെ ഈ കർത്തൃമേശ വിഭജിച്ചു കൊടുക്കുമ്പോൾ ഒരു പൂർണ്ണ ക്രിസ്തു നിങ്ങളിൽ എല്ലാവരിലും വ്യാപരിച്ചു നിൽക്കുകയാ. As we start to partake of this Holy Communion, the very essence of Christ is going to go inside of you. Praise the Lord. Praise the Lord. അപ്പൊ ഈ ഭാഗത്തെ വിശ്വാസികൾ മാറി നിൽക്കുകയും ഈ ഭാഗത്തെ വിശ്വാസികൾ മാറി നിൽക്കുകയും ചെയ്താൽ ഈ സഭയിൽ ക്രിസ്തു വികലാംഗനായി തീരും. If this side of the believers stayed apart, and if that side of the believers stayed apart, then Christ is not full here. Praise the Lord. Praise the Lord. അംഗഹീനനായി തീരും. ഹാൻഡിക്യാപ്ഡ് ആയി തീരും. Okay. It's like you are handicapped. The church is Praise the handicapped. Lord. അഥവാ കർത്തൃമേശ കഴിഞ്ഞാൽ ശക്തനായ ഒരു ക്രിസ്തുവിടെ വെളിപ്പെടേണ്ടത് സഭ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഒരു വികലാംഗനായ യേശുവിനെ മാത്രമേ നിങ്ങൾക്ക് ഈ ദേശത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുള്ളൂ. If you partake of this Holy Communion, the fullness of Christ should be revealed through our lives. Otherwise, you will be handicapped. And if you are showing the fullness of Christ, the essence of Christ. Jesus is handicapped. Oh, Jesus is otherwise Jesus is handicapped if you do not. Praise the Lord.
ഹാൻഡിക്യാപ്ഡായ യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. Oh, the handicapped Christ cannot do anything. അതുകൊണ്ട് ഈ മേശയിൽ വരുന്ന എല്ലാവരും ഒരു ശരീരമായി തീരണം. As you partake of this Holy Communion, you will be one body, ഒരു ചിന്തയായിരിക്കണം, with one mind, ഒരു ലക്ഷ്യമായിരിക്കണം. one goal. നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ സഭയിൽ ആരംഭിക്കുവാൻ തുടങ്ങും. And if you stand together in one accord, God's work will be done. സഭ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. If you command something, it will be done. ഇവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടാൽ His glory will be revealed here, ജനം കടന്നു വരുവാനിടയാകും. and the people will come into this place. മറ്റൊരു മർമ്മം, The other mystery, ഇവർ കർത്തൃമേശ മർക്കോസിന്റെ മാളിയിലെ മേശ കഴിഞ്ഞ് അവർ എന്ത് ചെയ്തു? തോട്ടത്തിലേക്ക് പോയി, ഗെത്സമന തോട്ടത്തിലേക്ക് പോയി. as they left the upper room from the Last Supper and went to the garden of Gethsemane, Praise the Lord. അവിടെ കാണുന്ന ഒരു കാഴ്ച നമ്മൾ മനസ്സിലാക്കണം. there is a scene that you will need to see here. റോമ പടയാളികളും The Roman army is approaching. മഹാപുരോഹിതന്മാർ അവരുടെ ചേവകരും The high priest and his companions, Praise the Lord. യേശുവിനെ പിടിക്കാൻ വന്നു. they came to capture Christ. യേശുവിന്റെ കൂടെ ആരൊക്കെയുണ്ട്? Who is with Jesus? ക്രിസ്തു പൂർണ്ണമായി നിൽക്കുന്ന ഈ ശിഷ്യന്മാരുണ്ട്. The ones that are full of Christ, his disciples. യേശു അവര് പറഞ്ഞു, യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? And he asked them, who are you looking for? യേശുവിനെ തിരയുന്നു. They said they're looking for Jesus. അവിടെ യേശു പറഞ്ഞ വാചകം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഇവിടെ Yes, you should listen to the word that Jesus spoke to them at that moment. Praise the Lord. Praise the Lord. അത് ഞാനാകുന്നെന്ന് പറഞ്ഞു. It is I. അടുത്ത വാചകം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Then do you remember what he said next? ഇവർ പോയിക്കൊള്ളട്ടെ. Let these men leave. It is I. Praise the Lord. സത്തായ യേശു നിറഞ്ഞു നിൽക്കുന്ന ആ അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുവാൻ യേശു അവസാന സമയം പോലും അതിനുവേണ്ടി കരുതിയെങ്കിൽ ഈ കർത്താവിൻ്റെ മേശ അനുഭവിക്കുന്ന ദൈവസഭയെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം സ്വർഗത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. Let's worship together. Because even at the very end, Jesus was looking to protect his disciples that were full of him. By the grace of God. Because you are filled with the Christ, Jesus is trying to protect you. He is our protector and our deliverer. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രകാരം അയോഗ്യമായി കഴിച്ചാൽ, if you eat in an ungodly manner, praise the Lord, നിങ്ങൾ രോഗികളും, you will be sick, ബലഹീനരും, you will be weak, നിദ്ര കൊള്ളുന്നവരുമായി തീരും, and you will be deserving death. Praise the Lord. Praise the Lord. പക്ഷേ യോഗ്യമായി കഴിച്ചാൽ, but if you eat in a godly manner, ഇത് കഴിച്ച ശേഷം സഭയിലെ പാസ്റ്റർ പ്രഖ്യാപിക്കണം, and pastors should declare, യോഗ്യമായി കഴിച്ചവരുടെ മേൽ, if you ate in a godly manner, ഇതിന്റെ ശക്തി വ്യാപരിക്കട്ടെ, let the power be revealed, രോഗങ്ങൾ മാറട്ടെ, let sickness leave, ബലഹീനത മാറട്ടെ, let weaknesses leave, ഭവനത്തിലെ പ്രശ്നങ്ങൾ മാറട്ടെ, let every problems at the home be departed, അടയപ്പെട്ട വാതിലുകൾ തുറക്കട്ടെ, let unopened doors be opened, പുതിയ വാതിലുകൾ തുറക്കട്ടെ, let new doors be opened, തെക്കിനോട് തരിക വടക്കിനോട് തടുത്തു വെക്കരുത്, and for the east and the west to provide. Praise the Lord. അനുഗ്രഹം നിന്നിലേക്ക് വരട്ടെ എന്ന് കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. And he should command blessings into your life and it will happen. ഒരു വാക്യം വായിച്ച് ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കാം. Let us read from the scripture. യോഹന്നാന്റെ സുവിശേഷം John 6:53. chapter 6 verse 53. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും, Jesus said, very truly I tell you, unless you eat രക്തം കുടിക്കാതെ ഇരുന്നാൽ, the flesh of the Son of Man and drink his blood, നിങ്ങളിൽ ജീവനില്ല. you have no life in you. അപ്പോൾ കർത്തൃമേശ മസ്റ്റാണോ? So is Holy Communion a must? Praise the Lord. നമ്മൾ പല വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ നല്ലതാ.
It's good that we study many scriptures. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. If you believe in the Lord Jesus Christ, you will be saved. No, everlasting life. You will have everlasting life. അപ്പൊ ഈ എവർലാസ്റ്റിംഗ് ലൈഫ് എവിടെയാ ഒഴുകി പോകുന്നത്? Where is this everlasting life flowing into? Praise the Lord. നീ കർത്താവിന്റെ മേശയിലേക്ക് വരാതിരിക്കുമ്പോൾ When you do not partake from the നിന്റെ Holy Communion. ജീവിതത്തിൽ നിത്യജീവൻ ഉണ്ടായിരിക്കാം. You may have everlasting life, പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ ഇതിന്റെ മുന്നിൽ വരണം. but if you need to maintain it, you need to have a partake of the Holy Communion. ദൈവസഭയെ പോറ്റി പുലർത്തുന്നത് ഇതുകൊണ്ടാ. The church is being raised by the Holy Communion, or Yes. being sustained by the Holy Communion. Praise the Lord. Amen. എഫെസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ക്രിസ്തു സഭയെ പോറ്റി പുലർത്തുന്നത് പോലെ Just as Christ is sustaining the church, നിന്റെ നിത്യജീവൻ നിലനിൽക്കണമെങ്കിൽ ഇവിടെ വരണം. if you need to sustain your everlasting life, you need നീ to come to the table. ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഇവിടെ വരണം. If you need to be raised up in the last day, you need to come here. 54 വാക്യം. Verse 54. നിത്യജീവനുണ്ട്. Whoever eats my flesh and drinks my blood has eternal life. ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. And I will raise them up at the last day. Praise the Lord. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy today? ഈ മേശനെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാനുള്ളതാ. This is to help us to remain till the Lord's coming. ഇതെന്റെ ധൈര്യമാ. This is my strength. ഇത് ഞാൻ കഴിക്കുന്നത് കൊണ്ട് Because I eat this, കാഹളധ്വനിയെങ്കിൽ ഞാൻ കൈവിടപ്പെടുകയില്ല. I will not be left behind when the trumpet blows. ഞാൻ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. I will be joined with him up in the air. ഞാൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. If I am dead, I will raise up. ഞാൻ ഇവിടെ ആയിരുന്നാൽ If I am here, ഞാൻ രൂപാന്തരം പ്രാപിച്ച് I'll be transformed. അവനോട് കൂടെ നിത്യയുഗങ്ങൾ And I will join him in the sky. അവനോട് കൂടെ വാഴും. And I will rule with him. പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട്? How many of you are happy ഒന്നും today? കൂടി ഉറക്കല്ലേലിയ പറയാം. Let us praise him this morning. ഹല്ലേലൂയ. Hallelujah. Praise you, Jesus. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ മേശ ഇന്ന് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. Let this table be a blessing for us this morning. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. Amen. Thank you so much, Pastor.